മലയാളത്തിന്റെ പ്രിയ നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന് അന്തിമോപചാരമർപ്പിച്ച് സാംസ്കാരിക കേരളം. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് ശേഷം ഭൗതികദേഹം തൃപ്പൂണിത്തുറയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മമ്മൂട്ടി, മോഹൻലാൽ, സംവിധായകരായ സത്യൻ അന്തിക്കാട്, സിബി മലയിൽ ഉൾപ്പെടെയുള്ളവർ ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. നാളെ രാവിലെ 10 മണിക്ക് ഔദ്യോഗിക ബഹുമതികളുടെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. എസ് വിജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. വിജയകുമാർ, എപ്പോഴാണ് മൃതദേഹം വീട്ടിലെത്തിക്കുക? എന്താണ് ഇപ്പോഴവിടെ നിന്നുള്ള വിവരങ്ങൾ തത്സമയം? ജി കെ, അല്പസമയത്തിനകം ഈ വിലാപയാത്ര അദ്ദേഹത്തിന്റെ കണ്ടനാട്, ഉദയംപേരൂരിനടുത്ത് കണ്ടനാടുള്ള വീട്ടിലേക്ക് എത്തും. ആ വഴിയിലേക്ക് വാഹനം വ്യൂഹം ഇപ്പോൾ കയറിയിട്ടുണ്ട്. അല്പസമയത്തിനകം വീട്ടിലെത്തും. തുടർന്ന് വീട്ടിലായിരിക്കും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉണ്ടാവുക. നാളെ രാവിലെ 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇതിനോടകം ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട്. നാളെ സംസ്കാര ചടങ്ങിൽ മറ്റുള്ളവർ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചലച്ചിത്ര സംഘടന പ്രതിനിധികളൊക്കെ നാളത്തെ സംസ്കാര ചടങ്ങുകളിലും പങ്കെടുക്കും. ഇവിടെ നാട്ടിലുള്ളവർ, ഈ ഗ്രാമത്തിലുള്ളവർ അദ്ദേഹത്തെ കാണാനായി റോഡിന് ഇരുവശവും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വരുന്ന വഴി പലയിടത്തും അദ്ദേഹത്തിന്റെ ഈ ആംബുലൻസ് കുറച്ചു സമയം നിർത്തിയിടുമോ എന്ന് അന്വേഷിക്കാനാണ് എന്ന് തോന്നുന്നു പലയിടത്തും ആളുകൾ കൂട്ടമായി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും അവിടെ വാഹനം, ആംബുലൻസ് നിർത്തിയില്ല. നേരെ അത് വീട്ടിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം വീട്ടിൽ എത്തിക്കും. കുടുംബാംഗങ്ങൾ മാത്രമായി കുറച്ചു സമയമായിരിക്കും ഇനി ഉള്ള മണിക്കൂറുകളെന്നാണ് കരുതുന്നത്. അതിനൊരു അവസരം ഒരുക്കണമെന്ന് ഇതിനോടകം ഈ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ പ്രതിനിധീകരിച്ച് പലരും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ശ്രീനിവാസൻ മലയാളത്തിൽ എത്ര പ്രിയപ്പെട്ട ഒരു ചലച്ചിത്ര പ്രവർത്തകനായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ നമ്മൾ ഈ സംസാരിക്കുന്നത് വരെയുള്ള സമയത്ത് ആളുകളുടെ, സിനിമാ പ്രേമികളുടെ ഒക്കെ പ്രതികരണം. എല്ലായിടത്തും അദ്ദേഹത്തെ അവസാനമായി കാണാൻ വലിയ ആൾക്കൂട്ടമായിരുന്നു, വലിയ ജനപ്രവാഹമായിരുന്നു. അത് അദ്ദേഹം എത്ര ആത്മാർത്ഥമായി അദ്ദേഹത്തിന്റെ ജോലി ചെയ്തു എന്നതിന്റെ വലിയ തെളിവ് കൂടിയായി മാറുന്നുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിലേക്ക് നമ്മൾ കടക്കുമ്പോഴും ഈ ഗ്രാമത്തിലൂടെ പോകുമ്പോഴും ഒക്കെ വീടുകളിൽ നിന്നൊക്കെ ആളുകൾ അദ്ദേഹത്തെ കാണാൻ കഴിയുമോ, പറ്റുമോ എന്നറിയാൻ റോഡിന്റെ ഇരുഭാഗത്തേക്കും വന്ന് നിൽക്കുന്നുണ്ട്. പോലീസ് ഗതാഗതം നിയന്ത്രിച്ച് ഈ വാഹനം കടന്നു പോകുന്നതിന് സൗകര്യമൊരുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രാവിലെ ഏതാണ്ട് ഒരു 9 മണിയോടെയാണ് വിയോഗ വാർത്ത അറിയുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ആ വീട്ടിലേക്ക് ആളുകൾ, ഈ പ്രദേശവാസികൾ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴേക്കും ആ വീട് ജനസാഗരമായി മാറിയിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെയായിരുന്നു നമ്മൾ എറണാകുളം ടൗൺ ഹാളിൽ കണ്ട കാഴ്ചകളും അങ്ങനെ തന്നെയായിരുന്നു. ടൗൺ ഹാളിന് ഒരുപക്ഷെ സമീപകാലത്ത് ടൗൺ ഹാൾ കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടത്തിന്, ജനസഞ്ചയത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ മഹാസമ്മേളനങ്ങളൊക്കെ അവിടെ നടക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അത്തരം സമ്മേളനങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ അപ്പോഴും ഇത്രയും വലിയ ആൾക്കൂട്ടം വളരെ അപൂർവമായി മാത്രമേ ടൗൺ ഹാളിൽ ഉണ്ടാകുമായിരുന്നുള്ളൂ. അതിനും ഇന്ന് ടൗൺ ഹാൾ സാക്ഷ്യം വഹിച്ചു. മലയാള സിനിമയുടെ ഒരു പരിച്ഛേദം എന്ന് വേണമെങ്കിൽ പറയാം. മമ്മൂട്ടി, മോഹൻലാലും ഉൾപ്പെടെ അവരൊക്കെ അവിടെ അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. സത്യൻ അന്തിക്കാട് അവിടെ തുടർച്ചയായി എത്രയോ സമയം ആ മൃതദേഹത്തിനരികെ ഏതാണ്ട് ഹൃദയം തകർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ ആ മുഖഭാവത്തോടെ അദ്ദേഹം എത്രയോ സമയം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ജനക്കൂട്ടം എല്ലായിടത്തും അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് വേണ്ടിയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കിടയിലൂടെയാണിത് ഇപ്പോൾ ശ്രീനിവാസൻ യാത്ര പോകുന്നത്. ഇനി ഈ വഴിയിലൂടെയൊന്നും അദ്ദേഹം മടങ്ങി വരില്ല. ഇത് തിരിച്ചുവരവില്ലാത്ത ഒരു യാത്രയാണ്. എല്ലാവരും അന്തിമോപചാരം അർപ്പിച്ച് അദ്ദേഹത്തിന് വിട നൽകുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.